പറമ്പിക്കുളത്തെത്തി പറമ്പിക്കുളം ഡാം റിസർവോയറിൽ നമ്മൾ 1 മണിക്കൂറോളം ബോട്ടിൽ പോയി ഒരു ഒറ്റപ്പെട്ട ഐലൻഡിൽ, അതായത് കാടിൻ്റെ ഉള്ളിൽ ഐലൻഡിൽ നിന്ന് സ്റ്റേ ചെയ്യാൻ പോവാണ്. അപ്പം ഈ വീഡിയോയിൽ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മൾ റിസർവോറിൻ്റെ അടുത്ത് എത്തിയതേ ഉള്ളൂ. നമുക്ക് ആദ്യം തന്നെ കിട്ടിയേക്കുന്ന സൈറ്റിങ് ഇപ്പോൾ ആനയുടെയാണ്. റിസർവോറിൻ്റെ അപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത്, കുറച്ച് ദൂരമായിട്ടാണ്. എന്നാലും നമുക്കിപ്പോൾ വന്നപ്പോൾ എന്തായാലും ആനയെ കാണാൻ പറ്റി. ഒരു ഹേർഡാണ്. ഇത് പറമ്പിക്കുളം ഡാമിൻ്റെ റിസർവോയറാണ്. ഇപ്പോൾ ഈ റിസർവോയറിലെ വെള്ളമൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വന്ന് ബാംബു റാഫ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇപ്പോൾ ഇവിടെ എത്രത്തോളം വെള്ളം കുറഞ്ഞിട്ടുണ്ടെന്ന്. നമ്മൾ ആക്ച്വലി ഇന്നിവിടെ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്യാനില്ല. മഴ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഐലൻഡിലേക്ക് എത്തണം. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബോട്ടിൽ പോകുന്ന കാര്യം അറിയാലോ, കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇന്ന് പറമ്പിക്കുളത്തേക്ക് വരുന്ന വഴിക്ക് വേണ്ട കുറച്ച് കാഴ്ചകൾ കാണിക്കാം. ഈ ഒരു മരം ഇവിടെ നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല ചുവന്ന പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു. ഇന്ന് പറമ്പിക്കുളത്തേക്ക് വരുമ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു. മിക്ക വീഡിയോസിലും ഞങ്ങൾ പറമ്പിക്കുളത്തേക്ക് പോകുമ്പോൾ ഈ ഒരു ആനമല ടൈഗർ റിസർവിലൂടെയുള്ള യാത്ര കാണിക്കാറുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ ആ മരത്തിൽ ഒരാൾ കിടക്കുന്നത് കാണാം. ഒരു ഗ്രേലങ്കൂറാണ്. കുറേ നേരം അത് അവിടെ ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്ന കണ്ടപ്പോൾ ജീവൻ ഉണ്ടാവില്ലെന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കയ്യൊന്ന് അനക്കി. അപ്പോഴാണ് ജീവനുണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ തമിഴ്നാടൊക്കെ കഴിഞ്ഞ് വീണ്ടും കേരളത്തിലേക്ക് കയറി. പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് എൻട്രി ചെയ്യാനുള്ള ടിക്കറ്റ് കിട്ടുന്നത് ഇവിടെ നിന്നാണ്. നിങ്ങളിപ്പം ഓൺലൈനിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഇവിടുത്തെ അക്കോമഡേഷനൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് വരുന്നെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് എൻട്രി ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്ന് വേണം എടുക്കാൻ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചാർജും പേ ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇപ്പൊ ഇടയ്ക്ക് വേനൽ മഴ കിട്ടുന്നത് കൊണ്ട് കാട് കാണാൻ നല്ല പച്ചപ്പും ഭംഗിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഈ ഫോറസ്റ്റ് ഒക്കെ അത്യാവശ്യം ഡ്രൈ ആയിരുന്നു. അങ്ങനെ പോകുമ്പോഴാണ് ഇവിടെ ഒരു മയിലിനെ കണ്ടത്. ഞങ്ങൾ വണ്ടി ഒന്ന് സ്ലോ ആക്കിയതും മയിൽ ഞങ്ങളുടെ വണ്ടിൻ്റെ അടുത്തേക്ക് വന്നു. യൂഷ്വലി നമ്മൾ കാണാറ് മയിൽ നമ്മുടെ അടുത്ത് നിന്ന് മാറിപ്പോകുന്നതാണ്. പക്ഷെ ഇവിടെ ഈ ആനപ്പാടിൻ്റെ അടുത്തുള്ള മയിലുകൾ നമ്മുടെ അടുത്തേക്ക് വരുന്നതായി കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം ആരെങ്കിലുമൊക്കെ അതിനെ ഫീഡ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ അത് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ വന്ന് നോക്കുന്നത്. കാടിനുള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ ഒരിക്കലും ഒന്നിനെയും ഫീഡ് ചെയ്യരുത്. ഇന്ന് അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസമാണ്. ഇഷ്ടംപോലെ വണ്ടി ഇപ്പോൾ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. ഇത്രയധികം വണ്ടികളിവിടെ വരുന്നത് കൊണ്ട് തന്നെ ഇന്ന് നമുക്ക് റോഡ് സൈഡിലൊക്കെ ആനിമൽ പ്രസൻസ് വളരെ കുറവായിരുന്നു. തൂണക്കടവ് ഡാമിന്റെ തിരക്കൊന്ന് നോക്കിയേ. ഇപ്പൊ ഈ വെക്കേഷൻ തുടങ്ങിയ പിന്നെ പറമ്പിക്കുളത്ത് നല്ല തിരക്കാണ്. ഈ കാണുന്നത് ലെമൺ എമിഗ്രന്റ് ബട്ടർഫ്ലൈ ആണ്. ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് മഡ് പഡ്ലിംഗ് എന്നാണ് പറയുന്നത്. ഇവർക്ക് പൂന്തേനുകളിൽ നിന്ന് ലഭിക്കാത്ത മിനറൽസും സോഡിയം ഒക്കെ ഇവർ ഈ രീതിയിൽ, അതായത് നനഞ്ഞ മണ്ണിൽ നിന്നോ അല്ലെങ്കിൽ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നൊക്കെയാണ് ഇവ വലിച്ചെടുക്കുന്നത്. ആൺ പൂമ്പാറ്റകളാണ് ഇത് കൂടുതൽ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. ഇതാണ് പറമ്പിക്കുളം ടൗൺ. ഇവിടെ കുറച്ച് കടകളും പിന്നെ ഹോട്ടലൊക്കെ ഉണ്ട്. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വേണമെങ്കിൽ ഐലൻഡിലേക്ക് പോകാം. ഉച്ചത്തെ ഫുഡ് ഇവിടുന്ന് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഞങ്ങളിന്നിപ്പം മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. ഞങ്ങളോടൊപ്പം മാക്സിമം നേരത്തെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങളിന്ന് എവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നതെന്ന്. വീട്ടിക്കുന്ന് ഐലൻഡ്, കാടിന് നടുക്കായിട്ട് ഒരൊറ്റപ്പെട്ട സ്റ്റേ. ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ ആനയുടെ സൈറ്റിംഗ് കിട്ടി. ഈ ഒരൊറ്റ വീഡിയോയിൽ ഞങ്ങൾക്ക് സ്റ്റേയിലെ സൈറ്റിങ്ങും വിശേഷങ്ങളും എല്ലാം കൂടി പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ ആദ്യത്തെ ദിവസത്തെ വിഷ്വൽ മാത്രമേ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുള്ളൂ. മഴ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഐലൻഡിലേക്ക് പോകാൻ നോക്കണം. ഈ ഫൈബർ ബോട്ടിലാണ് നമ്മൾ ഐലൻഡിലേക്ക് പോകുന്നത്. മഴ വരാൻ നല്ല ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ബാഗൊക്കെ മേടിച്ച് അവരത് പ്രോപ്പറായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ടിലേക്ക് കയറിയിരുന്ന് ബോട്ടിങ് തുടങ്ങിയപ്പോഴേക്കും തന്നെ നമ്മുടെ ചേട്ടന്മാർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരാൻ തുടങ്ങി. ആരും ഇരിക്കുന്ന സീറ്റിൽ നിന്ന് മാറിയിരിക്കുകയോ അല്ലെങ്കിൽ എണീറ്റ് നിൽക്കുകയോ ഒന്നും ചെയ്യരുത്. പിന്നെ നിങ്ങൾ കൈ വെള്ളത്തിലിടുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. ഈ വെള്ളത്തിൽ മുതലയുണ്ട്.
ഏകദേശം 1 മണിക്കൂറിനടുത്ത് എത്തും നമുക്ക് ഇനി ഐലൻഡിലേക്ക് എത്താൻ. നമ്മുടെ കൂടെ ഇപ്പം 5 ചേട്ടന്മാർ കഴിയാനും വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഗൈഡും ഉണ്ട്. നല്ല ദൂരമാണ്. പിന്നെ നമ്മൾ ബോട്ടിലാവുകൊണ്ട് ഭയങ്കരമായിട്ട് ഷേക്കാവുന്നുണ്ട്. ക്യാമറയിലെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇപ്പോൾ മൊബൈലിലാണ് എടുക്കുന്നത്. ഈ വെള്ളത്തിൽ മുതലുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും തന്നെ വെള്ളത്തിലും കരയിലും ഒക്കെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടായിരുന്നു മുതലയുടെ സൈറ്റും കിട്ടാൻ. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ വണ്ടിയിലാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ വണ്ടി ഇവിടെയുള്ള ഫോറസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി നിർത്തണം. എന്നിട്ടാണ് നമുക്ക് ഐലൻഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഞങ്ങളിവിടെ ഞങ്ങളുടെ ലഗേജൊക്കെ റിസർവറിൻ്റെ അടുത്ത് കൊണ്ട് ഇറക്കിയിട്ടാണ് ഞങ്ങൾ ഓഫീസിലേക്ക് പോയി അവിടെ വണ്ടി നിർത്തിയത്. ദൂരെ ആ മലേന്റെ നടുക്കായിട്ട് ഒരു ടവർ കണ്ടോ? അതിന്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു ട്രൈബൽ സെറ്റിൽമെന്റ് ഉണ്ട്. കാടിനുള്ളിലൂടെ 1.5 മണിക്കൂറൊക്കെ യാത്ര ചെയ്തിട്ട് വേണം ആ സെറ്റിൽമെന്റിലേക്ക് എത്താൻ. ആ ഒരു മരത്തേല് എത്ര നീർക്കാക്കിയിരിക്കുന്നതെന്ന് നോക്കി. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ട്. നമ്മളിപ്പോ ഐലൻഡിലേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ ഐലൻഡ് എത്തി. ഇനി നമ്മൾ സ്റ്റേയിലേക്ക് പോവാ. സ്റ്റേ ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെയുള്ള വ്യൂ ഒക്കെ ഒന്ന് നോക്കി. ഇന്ന് ഞങ്ങളുടെ ഒപ്പം പുതിയൊരാളും കൂടെ ഉണ്ട്, സിന്ധു ചേച്ചി. സിന്ധു ചേച്ചി എറണാകുളത്ത് നിന്നാണ് വരുന്നത്. പിന്നെ ഇന്ന് ഞങ്ങളുടെ ഗൈഡായിട്ടുള്ളത് മഹാളി ചേട്ടനാണ്. ബോട്ടിലുണ്ടായിരുന്ന ചേട്ടന്മാരെയൊക്കെ ഞാൻ വഴിയെ പരിചയപ്പെടുത്താം. ഇതാ അവിടെ മുകളിൽ കാണുന്നതാണ് നമ്മുടെ സ്റ്റേ. നമ്മൾ സ്റ്റേയിലെത്തി. വീട്ടിക്കുന്ന് ഐലൻഡ് നെസ്റ്റ്. ആ താഴെ കാണുന്നതാണ് റിസർവർ. അവിടെ നിന്ന് ചെറിയൊരു കയറ്റം കയറി നമ്മൾ ഈ സ്റ്റേയിലെത്തും. നമ്മുടെ ഈ ഫ്രണ്ടിലെ ഒരു ഏരിയ കുറച്ചും കൂടി ഓപ്പൺ ആയിരുന്നെങ്കിൽ ഒന്നും കൂടി ഭംഗിയായനെ. നമുക്ക് റിസർവറൊക്കെ നമ്മുടെ സ്റ്റേയിൽ നിന്ന് കാണായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പം ചുറ്റും കാട്, അതിൻ്റെ നടുക്ക് നല്ല ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യാണ്. അതിൻ്റെ ഒരു ഫീല് ശരിക്കും വേറെ ഒന്ന് തന്നെയാണ്. ഒരു ഡിസ്റ്റർബൻസും ഇല്ല, നല്ല കാമായിട്ടിരിക്കാം. അവിടെ ദൂരെ കാണുന്നതാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്ന പറമ്പിക്കുളം. നമ്മൾ ആ ബോട്ട് കയറിയ സ്ഥലമാണ് ആ ദൂരമായിട്ട് കാണുന്നത്. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഈ ഐലൻഡിലേക്ക് എത്തിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും നമ്മളിവിടെ എത്തിയപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കുറച്ച് നേരത്തെ അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോട്ടിൽ പോകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. നമ്മളെന്തായാലും ഇവിടെ എത്തുന്നവരെ വലിയ മഴയൊന്നും പെയ്തില്ല. ഇപ്പോൾ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇടിവെട്ടുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും മഴ പെയ്യുന്നത് വരെ ഞങ്ങൾ പുറത്തുനിന്നിരുന്ന് ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അടിപൊളിയാട്ടോ. ഇവിടുന്ന് പുറത്തുനിന്നുള്ള വ്യൂ ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ ഞങ്ങളിവിടെ എത്തിയപ്പം നല്ല കാറ്റുണ്ട്. ഈ കാറ്റത്ത് ശരിക്കും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് തന്നെ അറിയില്ല. അവിടെ എന്തോ സൈറ്റും കിട്ടിയിട്ടുണ്ട്. എന്താ നമുക്കൊന്ന് പോയി നോക്കാം. ഇനി ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന വീട്ടിക്കൊന്ന് ഐലൻഡ് നെസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
കയറി വരുന്നത് തന്നെ ഈ സിറ്റ് ഔട്ടിലേക്കാണ്. ഉള്ളിലേക്ക് കയറുമ്പോൾ ഇരിക്കാൻ 5 ചെയറും പിന്നെ ഒരു ടേബിളും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ റൂം. ഇവിടെ ആകെ ഒരു റൂമേ ഉള്ളൂ. ഇവിടെ 5 ബെഡ് ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ മാക്സിമം കപ്പാസിറ്റിയും 5 പേരാണ്. ഇവിടുത്തെ ഭിത്തിയിലൊക്കെ നല്ല ഡ്രോയിങ്സ് ഒക്കെ ചെയ്ത് നല്ലപോലെ ഭംഗി വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി പഴയ ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ സെന്റർ ആയിരുന്നു. പിന്നീട് ഇതൊരു സ്റ്റേ ആയിട്ട് കൺവേർട്ട് ചെയ്യായിരുന്നു. റൂമിനോട് ചേർന്നൊരു ഷെൽഫും പിന്നെ 2 അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റേ ആണ്. നിങ്ങളിവിടെ അധികം ഫെസിലിറ്റീസ് ഒന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ ഇത് പഴയ സ്റ്റേ ആണ്. ഇത് ഇവിടുത്തെ പണ്ടത്തെ ഒരു വയർലെസ് സ്റ്റേഷൻ ആയിരുന്നു. ഇതാണ് സിറ്റ് ഔട്ട്. ഞങ്ങളിപ്പോൾ വന്നപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചേക്കാണ്. ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം ലഞ്ച് കഴിക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. പിന്നെ ഇവിടെ എത്തി ഇനി ലഞ്ച് ഉണ്ടാക്കാനുള്ള ടൈമും ഇല്ല. അതുകൊണ്ട് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് മാഗിയാണ്. അങ്ങനെ മാഗിയൊക്കെ കഴിച്ച് കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് എടുത്ത് ഞങ്ങൾ ചെറിയൊരു ട്രെക്കിങ്ങിന് ഇറങ്ങി. മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ട്രക്ക് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പകുതിന്ന് തിരിച്ചു വരേണ്ടി വരും. സ്റ്റേയിൽ നിന്ന് ഇറങ്ങി ഒരു സൈഡിലൂടെ പോയി ഈ ഒരു ഐലൻഡ് മൊത്തം റൗണ്ട് ചെയ്ത് വരുന്നതാണ് ഈ ഒരു ട്രക്ക്. നിറയെ മുളങ്കൂട്ടങ്ങളാണ് ഇവിടെ. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ ശരിക്കും ഓർമ്മ വരുന്നത് പെരിയാറാണ്. പെരിയാറിലല്ല, പറമ്പിക്കുളത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് ദൂരെ മുളങ്കൂട്ടത്തിന്റെ ഇടയിലായിട്ട് ഒരു മാൻ നിൽക്കുന്നത് കണ്ടത്. ഒരു പുള്ളിമാനാണ്. നല്ല നീളമുള്ള കൊമ്പാണ്. ഇവരിങ്ങനെ ഈ മുളങ്കൂട്ടത്തിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ നമുക്കത്ര ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ആദ്യം ഞങ്ങൾ ഈ ഒരു മാനിനെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന്റെ ബാക്കിലായിട്ട് വേറെ മാനുകളുണ്ട്. വെള്ളം കുറയുന്ന സമയത്ത് ഈ മാനുകളൊക്കെ ഇങ്ങനെ ഐലൻഡിലെത്തും. പിന്നെ വെള്ളം കൂടുമ്പോൾ അതിവിടെ പെട്ടുപോകാറുണ്ട്. അവിടെ ഒരു ട്രീ ഹൗസ് നോക്കി. നമ്മൾ ഈ ട്രെക്ക് ചെയ്യുന്ന പാത്തിൽ തന്നെയാട്ടോ ഇത് ട്രീ ഹൗസ് ഉള്ളത്. ഇവിടെ നമുക്ക് സ്റ്റേ ആണൊന്നും പറ്റില്ല. ഇവിടെ ഇത് വാച്ചേഴ്സിനുള്ള ഒരു ട്രീ ഹൗസാണ്. ഇവിടെ 2 പേര് താമസിക്കാറുണ്ട്. എന്ത് ഭംഗിയാലേ! ഇത് തൊട്ട് ഫ്രണ്ടിലായിട്ട് റിസർവറിലും അടിപൊളിയൊരു സ്ഥലത്താണ് ഇത്. അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും നമുക്ക് താമസിക്കാൻ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായേനെ. എനിക്ക് ട്രീ ഹൗസ് കണ്ടപ്പോൾ മുതൽ കയറി ഒന്ന് നോക്കാൻ നല്ലൊരു ആഗ്രഹം. ഇവിടെ ഉണ്ടായിരുന്ന വാച്ചേഴ്സിനോട് ചോദിച്ചിട്ട് ഞാനൊന്ന് കയറി നോക്കി. കയറി കുറച്ച് മുകളിലേക്ക് എത്തിയപ്പോൾ തന്നെ ചെറിയൊരു പേടി തോന്നി. നല്ല കുത്തനെയുള്ള സ്റ്റെപ്സാണ്. കയറി മുകളിലെത്തിയപ്പം സത്യം പറഞ്ഞ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത് ഞങ്ങളുടെ സ്റ്റേനേക്കാളും ഈ ഒരു ട്രീ ഹൗസാണ്. ഹലോ, എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ട്രീ ഹൗസ് ഇവിടെ സാൻഡൽവുഡ് പ്രൊട്ടക്ഷന് വേണ്ടി പണിതേക്കുന്ന ട്രീ ഹൗസാണ്. ഇവിടെ എല്ലാ ദിവസവും 2 വാച്ചേഴ്സ് ഉണ്ടാവും. ഇനിയിപ്പോൾ കുറച്ച് നേരം നമ്മൾ റിസർവറിൻ്റെ സൈഡിലൂടെയാണ് നടക്കാൻ പോകുന്നത്. ഈ റിസർവറിൻ്റെ വ്യൂ ഒക്കെ ഞാൻ ഒന്ന് കാണിക്കാം കേട്ടോ. ഈ ട്രക്ക് തുടങ്ങിയപ്പോൾ തന്നെ എപ്പോൾ വേണമെങ്കിലും മഴ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ മഴ സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ ഒരു ട്രക്ക് നമ്മൾ വീട്ടിൽ കൊന്ന് സ്റ്റേ ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു ട്രക്കാണ് കേട്ടോ. ഈ റിസർവറിൻ്റെ സൈഡിലൂടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പെരിയാറിലെ നേച്ചർ വാക്കില്ലേ, അതിൻ്റെ ഒരു ചെറിയ ഫീലൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഇത് എവിടെയൊക്കെ ആനപ്പിണ്ടം കിടക്കുന്നുണ്ട്. പറമ്പിക്കുളത്ത് ശരിക്കും വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ട്രക്ക് ഇതാന്ന് പറയാം. ഈ വ്യൂ നമുക്കിത് വേറെ ഒരു ട്രക്കിലും കിട്ടാൻ പോകുന്നില്ല.
നമ്മൾ ശരിക്കും ഇപ്പൊ റിസർവറിന്റെ എത്ര അടുത്താന്ന് നോക്കിയേ. നല്ല കാറ്റുണ്ട്. എനിക്ക് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ആ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും, എന്നുള്ള സൗണ്ട്. ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ ആനപ്പിണ്ടം കിടക്കുന്നുണ്ട് കേട്ടോ. ആകെ മഴക്കാറ് വന്ന് നിറഞ്ഞു. ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളോട് മഴയ്ക്ക് മുമ്പ് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റേയിലേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് നിന്ന് തിരിച്ചു പോകാൻ വലിയ മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ക്യാമറ എക്യുപ്മെന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എന്തായാലും തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. തിരിച്ച് സ്റ്റേ എത്താറായപ്പോഴേക്കും നല്ല മഴ തുടങ്ങി. സ്റ്റേയിൽ വന്ന് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഈ മഴ അങ്ങനെ ഇരുന്ന് ആസ്വദിച്ചു. അങ്ങനെ മഴയൊന്ന് കുറച്ച് കുറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പം ട്രെക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. ഞങ്ങൾ എന്തായാലും ഈ സ്റ്റേൻ്റെ താഴെയുള്ള ആ റിസർവറിൻ്റെ ഭാഗത്തുനിന്ന് പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. അനിമൽ സൈറ്റിംഗ് ഒന്നും പ്രതീക്ഷിച്ച് പോയതല്ല. പക്ഷെ അവിടെ എത്തിയപ്പം ദൂരെയായിട്ട് 2 കാട്ടുപോത്തിനെ കണ്ടു. ആകെ ഒരു മൂടിക്കെട്ടാണ്. തിരിച്ചു പോകാന്ന് വിചാരിച്ചപ്പോഴാണ് ദൂരെ ഒരു ആനക്കൂട്ടത്തെ കണ്ടത്. ഞങ്ങൾ ആനക്കൂട്ടത്തിന്റെ കുറച്ചടുത്തേക്ക് നടന്നു. നമ്മളുള്ള അതേ ഐലൻഡിൽ തന്നെയാണ് ഈ ആനക്കൂട്ടം ഉള്ളത്. 3 ആനയും പിന്നെ ഒരു കുട്ടിയാനയാണ് ആ ഹേർഡിലുള്ളത്. ഈ ഒരു ഹേർഡ് നിൽക്കുന്നതിന്റെ അപ്പുറത്തെ കരയിലായിട്ട് വേറൊരു ഹേർഡിനെ കണ്ടു. അവര് റിസർവറിന്റെ അടുത്ത് വന്ന് വെള്ളം കുടിക്കുകയായിരുന്നു. ഞങ്ങൾ എന്തായാലും മഴ കഴിഞ്ഞപ്പോൾ താഴെ റിസർവറിന്റെ സൈഡിലേക്ക് വന്നത് നന്നായി. ഞങ്ങൾക്കിന്ന് 2 ഹേർഡിന്റെ സൈറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. ആ 2 ഹേർഡും അത്യാവശ്യം ദൂരത്താണ്. ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളോട് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഒന്നും കൂടി അടുത്ത് നിന്ന് കാണാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയി. അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പം ഇപ്പം നമുക്ക് ആ ദൂരെ ഉണ്ടായിരുന്ന ഹേർഡിനെ അത്യാവശ്യം നന്നായിട്ട് കാണാം. ഇവിടെ 3 ആനയും പിന്നെ 2 കുട്ടിയാനയാണ് ഉള്ളത്. നമ്മുടെ ഐലൻഡിലുള്ള ആനകളെ ഇപ്പം അങ്ങനെ മുഴുവനും കാണാനില്ല. അവർ കുറച്ച് ഇറങ്ങി നിന്നാണ് പുല്ല് തിന്നുന്നത്. ആ കുട്ടിയാനയാണെങ്കിൽ തീരെ കാണാനില്ല. ഇവർ നമ്മുടെ ഐലൻഡിൽ തന്നെ ആണെങ്കിലും അത്യാവശ്യം ദൂരത്താട്ടോ. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഈ 2 ആനയും പിന്നെ കുട്ടിയാനയും കണ്ടുള്ളൂ. ഒരു കുട്ടിയാന കുറച്ച് ദൂരെ പിണങ്ങി മാറിപ്പോയി നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാന ഓൾറെഡി കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ വേറെ ഡിസ്റ്റർബൻസോ സൗണ്ടോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ ആനയുടെ കമ്മ്യൂണിക്കേഷൻ സൗണ്ട് നമുക്ക് ഇവിടെ കേൾക്കായിരുന്നു. ഈ ക്യാമറയിൽ എത്രത്തോളം അത് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. പെട്ടെന്നൊരു സൗണ്ട് ഉണ്ടായതും ആ ആന കുട്ടിയാനയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ആ കുട്ടിയാനേനെ എന്തൊക്കെയോ പറഞ്ഞ് മയക്കി അതിൻ്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ആ കുട്ടിയാനയ്ക്കാണെങ്കിൽ ഇപ്പോഴും പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും മെല്ലെ കുണുങ്ങി അങ്ങനെ ബാക്കിൽ തന്നെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയിട്ട് വീണ്ടും അത് അവിടെ തന്നെ നിന്നു. എന്തോ മൂപ്പർക്ക് ഇപ്പോഴും അവരുടെ ഒപ്പം പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഒരു മൈൻഡും ഇല്ലാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. ആ ആനകളാണെങ്കിൽ കുറച്ച് ഫ്രണ്ടിലേക്ക് ഇപ്പോൾ എത്തി. എന്തോ കാര്യമായിട്ടുള്ള പിണക്കം ഇതുവരെ മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ആ ആന കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയിട്ട് വീണ്ടും ഒരു സൗണ്ട് ഉണ്ടാക്കി. അപ്പൊ ഈ കുട്ടിയാന വീണ്ടും കുണുങ്ങി വളരെ അലസതയോടെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ ഐലൻഡിന് അത്യാവശ്യം വലിപ്പമുണ്ട്. നടക്കാനാണെങ്കിൽ അത്യാവശ്യം ദൂരം നമുക്ക് നടക്കാനും ഉണ്ട്.
നമ്മുടെ ഈ ഐലൻഡിലെ ആനകളിലേക്ക് വരുമ്പോൾ അവരിപ്പോഴും ഈ ഇളം പുല്ലും കഴിച്ചുകൂടെ നടക്കുകയാണ്. ഇത്ര വലിയൊരു ഫോറസ്റ്റ് ബാക്ക്ഡ്രോപ്പിൽ അവരിങ്ങനെ പുല്ലും മേഞ്ഞ് നടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഐലൻഡിൽ ഉണ്ടായിരുന്ന ആനകളെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ നേരത്തെ ആനകളെ കണ്ടതിൻ്റെ കുറച്ചപ്പുറത്ത് ദൂരെ മാറി കുറച്ച് സ്പോട്ടഡ് ഡിയേഴ്സിൻ്റെ ഹേർഡിനെ കണ്ടത്. ആക്ച്വലി അത് വലിയൊരു ഹേർഡായിരുന്നു. കുറേ പുള്ളിമാനുണ്ട് അതിൽ. പിന്നിലേക്ക് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ഒരു ബ്രാഹ്മണി കൈറ്റിൻ്റെ ജൂനൈലിനെ കണ്ടത്. അത് പറക്കാൻ പഠിക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടയ്ക്ക് പോയി ഇടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആനകളൊക്കെ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. ഈ ആനകൾ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് പുല്ല് മേയുന്നത് കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ്. ഇതിലും നല്ലൊരു കാഴ്ച നമുക്ക് കിട്ടാനുണ്ടോ? ശ്രദ്ധിച്ചു നോക്കിയാൽ ആ കൊക്കിന്റെ പ്രസൻസ് ആനയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇടയ്ക്ക് അതിനെ കിക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കൊക്ക് പക്ഷെ വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല. അത് വീണ്ടും ആനയുടെ അടുത്ത് തന്നെ പോയി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. വെളിച്ചവും കുറഞ്ഞു തുടങ്ങി. ഇവരിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തിരിച്ചു പോകാനും തോന്നുന്നില്ല. ഇപ്പോഴാണ് കുട്ടിയാനെ ഒന്ന് തനിച്ച് കാണുന്നത്. കുറച്ചു നേരം മാത്രമേ കണ്ടുള്ളൂ. വീണ്ടും അത് അമ്മയുടെ പ്രൊട്ടക്ഷനിൽ പോയി നിന്നു. ആ കുട്ടിയാനെ അവിടെ എത്തിയതും അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാന പെട്ടെന്ന് റിവേഴ്സ് വന്ന് ആ കുട്ടിയാനെ കവർ ചെയ്ത് നിന്നു. ഒരുപക്ഷെ അവർക്ക് നമ്മുടെ പ്രസൻസ് മനസ്സിലായിട്ടുണ്ടാവും. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ത്രെറ്റ് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ആനക്കുട്ടിയെ നടുക്ക് നിർത്തിയാണ് അവർ പുല്ല് തിന്നുന്നത്. ഈ ആനകൾ അവരുടെ ഹേർഡിലുള്ള കുട്ടികളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് നടക്കുന്നത് കാണാം. ശരിക്കും ഈ ഒരു ബിഹേവിയർ നമ്മൾ അവരുടെ അടുത്തുനിന്ന് പഠിക്കേണ്ടതാണ്. അവരൊരിക്കലും കുട്ടികളെ തനിച്ചാക്കാറില്ല. അങ്ങനെ ഈ ആനകളൊക്കെ മെല്ലെ നടന്ന് അവിടെ നിന്ന് പോവുകയാണ്. വെളിച്ചം കുറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. പെട്ടെന്നായിരുന്നു ഈ ഒരു കൊമ്പനെ കണ്ടത്. ഞങ്ങളൊരു 3/4 മണിക്കൂറോളം അവിടെ നിന്ന് ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഇതുപോലെ ഒരാള് ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മറ്റാനകളെ അപേക്ഷിച്ച് ഇവൻ വളരെ അടുത്തായിരുന്നു. ഞങ്ങൾ നിൽക്കുന്നതിന്റെ താഴെ പോയി വെള്ളം കുടിച്ച് വരുന്ന വരവാണിത്. ഞങ്ങൾ ഇവിടെ ഇത്ര നേരം നിന്നിട്ടും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചിട്ടും ഈ ആന ഇവിടെ നിൽക്കുന്ന ഒരു ഫീല് ഞങ്ങൾക്ക് കിട്ടിയില്ല. അവന്റെ ഭാഗത്തുനിന്ന് ഒരു സൗണ്ടും ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് ഞങ്ങൾ പോകാൻ തുടങ്ങിയപ്പോഴാണ് അവൻ കയറി വന്നത്. കൊമ്പനല്ലേ, എങ്ങനെ ഷൂട്ട് ചെയ്യാതെ പോവുക? ഞങ്ങൾ അതുകൊണ്ട് കുറച്ചു നേരം കൂടി നിന്ന് ഷൂട്ട് ചെയ്തു. ഇപ്പൊ ഇവിടെ ഈ ഒരു കൊമ്പനും ഒരു ഹേർഡും നമ്മൾ നേരത്തെ അപ്പുറത്തെ കരയിൽ കണ്ട ഹേർഡും ഉണ്ട്. ഈ ഐലൻഡ് നിറയെ ആനകളാണെന്ന് വെറുതെ അല്ല പറയുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ നേരെ ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വരാൻ തുടങ്ങി. അവൻ ഭയങ്കര എൻജോയ് ചെയ്ത് ആ വരുന്ന വരവൊക്കെ ഒന്ന് നോക്കിയേ. എന്താലേ കാഴ്ച! നല്ല പച്ച പുല്ലൂടെ നടന്നു വരുന്നൊരു കൊമ്പൻ. ശരിക്കും ഞങ്ങൾ പ്രതീക്ഷയിലപ്പുറമാണ് ഈ വീട്ടിക്കുന്ന് ഐലൻഡ് സ്റ്റേയിലെ കാഴ്ചകൾ. നല്ല പോലെ ഇരുട്ടായി തുടങ്ങി. ക്യാമറയിൽ അതങ്ങനെ ഫീൽ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ ഇനി തിരിച്ച് സ്റ്റേയിലേക്ക് പോവുകയാണ്. ചപ്പാത്തി സ്റ്റേയിലെത്തി ഡിന്നർ കഴിക്കുമ്പോഴും എന്റെ മനസ്സിൽ ഇന്ന് കണ്ട ആനകളുടെ വിഷ്വൽസ് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു.
വീട്ടിക്കുന്ന് ഐലൻഡിലെ കാഴ്ചകൾ ഈ ഒരു ഒറ്റ വീഡിയോയിൽ അവസാനിക്കുന്നില്ല.